ഹലോ മൈ ഡിയർ CA ഇൻറ്റർ സ്റ്റുഡൻസ്. ഇനി നമുക്ക് വെറും 15-18 ദിവസങ്ങൾ മാത്രമേ നമ്മുടെ എക്സാമിനേഷനുള്ളൂ. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി അവസാനത്തെ ഒരു 15 ഡേയ്സ് എങ്ങനെ നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യാം എന്ന് പല സ്റ്റുഡൻസിൻ്റെ മെസ്സേജസും കാര്യങ്ങളും എല്ലാം കണ്ടിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും ഞാൻ വിശ്വസിക്കുന്നു. കുറച്ച് സമയത്ത് നമുക്ക് എന്താണ് ആ ഒരു കാര്യം പറഞ്ഞു തീർക്കാം. അപ്പോൾ ഒരുപാട് ഞാൻ ലേറ്റ് ആക്കുന്നില്ല. ഫസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫിക്സ് ദ പ്ലാൻ ആണ്. അതായത് ഇതുവരെയും മെസ്സേജ് അയക്കുന്ന സ്റ്റുഡൻസിന് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാത്ത സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഫിക്സ് ദ പ്ലാൻ. ആ പ്ലാൻ എങ്ങനെ സെറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ചെറിയൊരു ഐഡിയ പറഞ്ഞുതരാം. അതായത് ചെറിയൊരു ഐഡിയ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഡേ 1 ഓക്കെ, ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് ശേഷം നിങ്ങൾക്ക് ആൾറെഡി ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചേഞ്ച് ആക്കണ്ട കേട്ടോ. ഞാൻ ഈ പ്ലാൻ പറയുന്നത് ഒരു പ്ലാനും ഇല്ലാത്തവർക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ആൾറെഡി ഉള്ളവർ അങ്ങനെ തന്നെ പോട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുക, മുന്നോട്ട് പോവുക. ഓക്കെ, ക്ലിയർ. ഇപ്പോൾ ഡേ 1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇപ്പോൾ നിങ്ങൾ ഡേ 1 3 സബ്ജക്റ്റ് എടുക്കും. ഇപ്പോൾ നിങ്ങൾ 10 to 12 hours ആണ് ഡെയിലി പഠിക്കാൻ വെക്കുന്നതെങ്കിൽ എങ്ങനെ പഠിക്കണം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വർഷത്തിൽ ഒരു സജസ്റ്റഡ് വീഡിയോ ചെയ്തിരുന്നു. അത് 40 ഡേയ്സിൻ്റെ പ്ലാനാണ്. ഇത് 15 ഡേയ്സിൻ്റെ പ്ലാൻ ആയതുകൊണ്ട് കുറച്ചും കൂടെ നമ്മൾ ചെറിയൊരു വ്യത്യാസം വരുത്തുന്നു. ഡേ 1 നമ്മൾ ഫസ്റ്റ് അക്കൗണ്ട് പഠിക്കുന്നു, പ്ലസ് നമ്മൾ ലോ പഠിക്കുന്നു. വെയിറ്റേജ് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 70%-ഉം 30%-ഉം ഇത് തന്നെയാണല്ലോ നമുക്ക് ഏറ്റവും താല്പര്യമുള്ളതും. രണ്ടാമത്തെ സെറ്റിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്, ടാക്സും പ്ലസ് ലോ എന്ന രീതിയിൽ. അതായത് ഇങ്ങനെ ചെയ്യാം, ടാക്സ് 70%-ഉം 30%. അതായത് നമ്മൾ ഈ 12 ഹവേഴ്സിനെ 4 ഡിവൈഡ് ചെയ്താൽ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, അതിനുശേഷം മൂന്നാം സെറ്റ് ഓഫ് 4ാമത്തെ മണിക്കൂർ ഉണ്ടല്ലോ, ഇത് സെറ്റ് 4, ഇത് സെറ്റ് 4, ഇത് സെറ്റ് 4. ഇവിടെ നമ്മൾ വർക്കൗട്ടാണ്. ഈ വർക്കൗട്ട് ചെയ്യുന്ന സമയം നമ്മൾ ഒന്ന് മാറ്റുന്നു, ലോ പ്ലസ് അക്കൗണ്ട് പ്ലസ് ടാക്സ്. ഇവിടെ നമ്മൾ ആൾറെഡി വർക്കൗട്ട് ചെയ്തതുകൊണ്ട് ലോയ്ക്ക് നമ്മൾ 40% കൊടുക്കുന്നു, ഇവിടെ നമ്മൾ 30 കൊടുക്കുന്നു. അപ്പോൾ ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നു, 100% 3 പേപ്പറും കവർ ചെയ്തു. ഓക്കെ, ഇത് ഒന്നാമത്തെ മെത്തേഡ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, എല്ലാ ദിവസവും ഒരു സബ്ജക്റ്റ് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ മണിക്കൂറിന് പകരം നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കോൺസെപ്റ്റ് ഡേ 1 to 3 ആക്കുക. അതായത് അക്കൗണ്ട് പ്ലസ് ലോ, ടാക്സ് പ്ലസ് ലോ, വർക്കൗട്ട് ലോ പ്ലസ് അക്കൗണ്ട് പ്ലസ് ടാക്സ്. ഈ രീതിയിലും ചെയ്യാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഒരു 5 ദിവസത്തെ ഒരു സെറ്റ് കിട്ടും. 5 ദിവസത്തിൽ നിങ്ങൾക്ക് ഒരു 2 റിവിഷൻ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രീതി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ചെറിയ പ്ലാൻ ചെയ്യാൻ പറ്റും. ഇത് ബോത്ത് ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഒന്നെങ്കിൽ മണിക്കൂർ കൂട്ടേണ്ടി വരും, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ 4 ദിവസം ആക്കേണ്ടി വരും, അല്ലെങ്കിൽ 6 ദിവസം ആക്കേണ്ട. അത് ഭയങ്കര ഡിലേ ആകും. കാരണം 2 റിവിഷൻ മാത്രമേ കിട്ടത്തുള്ളൂ. ഒരു 4 ദിവസത്തെ എന്താണ് ഇതേ അറേഞ്ച്മെന്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കൃത്യമായിട്ട് ഡബിൾ ചെയ്യുക. ഇപ്പോൾ 2 ദിവസം, അതായത് ഇപ്പോൾ നമ്മൾ 3 ദിവസത്തെ ഓരോരോ പേപ്പർ ആക്കി, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ദിവസം തന്നെ 2 എണ്ണം ആക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ രീതിയിൽ ഒന്ന് പ്ലാൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ അത് എന്താണെങ്കിലും ബോത്ത് ഗ്രൂപ്പ്സ് ആണെങ്കിൽ ചെയ്യുക. നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി, നമുക്ക് അതിൻ്റെ ഗൈഡ് ലൈൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ. രണ്ടാമത്തെ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഇനി നമ്മളെല്ലാം പഠിക്കരുത്, യു ഹാവ് ടു ഗോ ഫോർ സെലക്റ്റീവ് സ്റ്റഡി. ഈ സെലക്റ്റീവ് സ്റ്റഡി എന്നാൽ നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. ഞാൻ ആൾറെഡി നമ്മുടെ വീഡിയോ കാണുമ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട്, വെയിറ്റേജിന് ബേസ് നമ്മൾ പഠിക്കാവുള്ളൂ. ഓക്കെ, ഇപ്പോൾ ലോയുടെ മാത്രം ഞാൻ പറയുന്നില്ല, എല്ലാ സബ്ജക്റ്റിനും വെയിറ്റേജ് ബേസ്ഡ് സ്റ്റഡി ഉണ്ട്. ഇനിയെങ്കിലും നിങ്ങൾ അതിന് പോവുക, അതിന് മാത്രം മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുക്കുക, സെലക്റ്റീവായിട്ട് പഠിക്കുക. എല്ലാം പഠിക്കാൻ പോകല്ലേ, ഉള്ളതിനെ നല്ലപോലെ ചെയ്യുക. അത് ആദ്യമായിട്ട് എക്സാമിനേഷൻ എഴുതുന്നവരാണെങ്കിലും പല പ്രാവശ്യം എഴുതിയിട്ട് നമ്മൾ എന്താണ് പല സബ്ജക്റ്റും കാരണം നമ്മളിവിടെ റിപ്പീറ്റഡ് ആയിട്ട് എഴുതുന്ന ഒരു കോൺസെപ്റ്റ് ആണെങ്കിലും. നെക്സ്റ്റ് ഇനി ഒരു കോൺസെപ്റ്റാണ് സാറാംശം എന്ന് പറയുന്നത്. ആൾ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സംഭവമാണ്. സാറാംശം എന്ന് പറഞ്ഞൊരു PDF ഉണ്ട്. ഇത് ഒരു സമ്മറിയാണ്, ഞാൻ ആക്കിയതൊന്നുമല്ല. ICA റിലീസ് ചെയ്തിരിക്കുന്ന ഒരു സമ്മറിയാണ്. ഇതാണ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ജസ്റ്റ് എന്താണെന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കത് അയച്ചു തരാം. സമ്മറി നോട്ട്സ് എന്ന് പറയുന്നത് അത് എക്സാമിൻ്റെ ദിവസങ്ങളിൽ നമുക്ക് എന്താണ് നല്ല രീതിയിൽ ഉപകാരപ്പെടും. എൻറ്റയർ മെറ്റീരിയൽ എന്താണ് കവർ ചെയ്തിട്ടാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ ഈ 15 ഡേയ്സിൻ്റെ സ്റ്റഡീസിൻ്റെ കൂടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നാലാമത്, മെജോറിറ്റി സ്റ്റുഡൻസിൻ്റെ ഇത് ലോ പേപ്പറിൻ്റെ അല്ല, പ്രാക്ടിക്കൽ പേപ്പറിൻ്റെയാണ്. അക്കൗണ്ട്സ് പ്ലസ് ടാക്സിൽ മെയിൻ ചെയ്തത് വായിച്ച് വിട്ടിട്ട് കാര്യമൊന്നും തന്നെ ഇല്ല. യു ഹാവ് ടു റൈറ്റ്. ആ റൈറ്റ് എന്ന് പറയുമ്പോൾ ആ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് എഴുതണം, ഇല്ലെങ്കിൽ അവിടെ ചെന്ന് മറന്നു പോകും. അതങ്ങനെയാണ്. കാരണം അക്കൗണ്ട്സിലും ഒരേ തിയറി അല്ലെങ്കിൽ ലോ എന്നൊരു സംഭവം ഉണ്ടെങ്കിൽ പോലും നമ്മൾ കൃത്യമായിട്ട് എഴുതി പഠിച്ചാലേ ബുദ്ധിമുട്ടാണ്. അപ്പം ഈ ബാക്കിയുള്ള ഈ സെലക്റ്റീവ് സ്റ്റഡി എന്നൊരു പോയിന്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ
ആ സെലക്ട് ചെയ്തതിനെ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് എഴുതി പഠിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അഞ്ചാമതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ഓപ്ഷണലായിട്ട് മാത്രം വെക്കുന്നതാണ്, നിങ്ങൾക്ക് മാരത്തോൺസ് വാച്ച് ചെയ്യാം. അപ്പോൾ ഈ മാരത്തോൺ വാച്ച് ചെയ്യുന്ന സമയത്ത് ഉപകാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കാതെ ചില കോൺസെപ്റ്റ് അവർ പറയും, പുതിയ രീതിയിൽ അവതരിപ്പിക്കും, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാൻ മാത്രമേ ഉള്ളായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ എല്ലാത്തിൻ്റെയും അത് ഡിസ്ട്രാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും തേർഡ് പാർട്ടി വെബ്സൈറ്റ് വെച്ചിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ യൂട്യൂബിൽ ഡൗൺലോഡ് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് എന്താണ് നിങ്ങൾക്ക് പിന്നീട് അത് കേൾക്കുക. നിങ്ങൾ നെറ്റൊക്കെ ഓഫാക്കി വെച്ചിട്ട് നിങ്ങൾ പിന്നീട് അത് കേൾക്കുക. എന്നാലും മാരത്തോൺ വാച്ച് ചെയ്യുന്നത് എപ്പോഴും നല്ലത് തന്നെയായിരിക്കും. അതിൻ്റെ ലാംഗ്വേജ് എന്നില്ല, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരുടെയാണോ അവിടെ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ, മൾട്ടിപ്പിൾ വേണ്ട, നിങ്ങൾ അല്ലെങ്കിൽ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് ഫുൾ മാരത്തോണുള്ള ഒരെണ്ണം എടുത്തിട്ട് നിങ്ങളത് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു എക്സാമിൻ്റെ സമയം, എക്സാമിനേക്കാൾ മുമ്പ് നമുക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്ന് അറിയില്ല, എന്നാലും പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് എക്സാമിനേഷൻ ഏതാണ്, ഇപ്പോൾ ഫസ്റ്റ് എക്സാമിനേഷൻ അക്കൗണ്ട്സ് ആണെങ്കിൽ ഓക്കെ, നിങ്ങൾ അതിനേക്കാളും ഒരു 1.5 ദിവസം അല്ലെങ്കിൽ 2 ദിവസം മുമ്പെങ്കിലും അക്കൗണ്ട്സ് മാത്രമേ പഠിക്കാവുള്ളൂ. ഈവൻ ദോ അക്കൗണ്ട്സ് എത്ര ഈസി ആണെങ്കിലും. കാരണം ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫസ്റ്റ് പേപ്പർ എങ്ങനെയാണോ അതിൻ്റെ അനുസരിച്ച് നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, ബാക്കി പേപ്പേഴ്സ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പേപ്പർ ഈവൻ ദോ നിങ്ങൾക്ക് ലോ ഭയങ്കര ഡിഫിക്കൽട്ട് ആണെങ്കിൽ 50% മെൻറ്റാലിറ്റിയാണ്. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യുക, അവസാനത്തെ ഒരു മണിക്കൂറിൽ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി എന്താണ് 24 മണിക്കൂർ നമുക്ക് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു സംഭവം വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എക്സാമിൻ്റെ തലേദിവസം എന്താണ് കൃത്യമായിട്ട് ഈ ഒരു സബ്ജക്റ്റ് മാത്രം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിൻ്റെ 100% കോൺഫിഡൻസ് ആകുക. അന്ന് ആദ്യത്തെ എക്സാമിനേഷൻ വളരെ നല്ലതാണെങ്കിൽ ബാക്കി എക്സാമിനേഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനൊരു 6 സ്റ്റെപ്പിലൂടെ നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ എന്താണ് ഈ 15 ദിവസം യൂട്ടിലൈസ് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇനി കുറച്ച് പോയിന്റ്സ് ആഡ് ചെയ്യാനുണ്ടെങ്കിലോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഇറ്റ് ഈസ് ഓപ്പൺ ടു ഓൾ. നിങ്ങൾക്ക് എന്ത് തന്നെ പോസിറ്റീവ് നെഗറ്റീവ് എന്ത് കാണാൻ നിങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്താണ് നല്ലപോലെ പഠിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും CA ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ചെയ്യാൻ പറ്റിയെങ്കിൽ അവിടം വരെ നല്ലപോലെ പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് അടുത്ത വീഡിയോ കാണാം.